മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 9-ാമത്തെ വചനമാണ്. സ്നാപകൻ്റെ അടുത്തേക്ക് സ്നാനം സ്വീകരിക്കാനായിട്ട് വരുന്നത് ആര് എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതായത് ഗലീലിയയിലെ നസ്രത്തിൽ നിന്നുള്ള യേശു സ്നാനം സ്വീകരിക്കാൻ സ്നാപകൻ്റെ അടുത്തേക്ക്. വെള്ളത്തിൽ മുങ്ങുന്നത് നസ്രസിലെ ഈശോയാണ്. എന്നാൽ വെള്ളത്തിൽ നിന്നും പൊങ്ങുന്നതോ 11-ാമത്തെ വചനം, നീ എൻ്റെ പ്രിയപുത്രൻ. മുങ്ങുന്നത് നസ്രായൻ യേശു, പൊങ്ങുന്നത് ദൈവത്തിൻ്റെ പുത്രൻ. ഇത് ഈശോയ്ക്കുണ്ടായ ഒരു ദർശനവും അതിൻ്റെ വ്യാഖ്യാനമായ ഒരു കേൾവിയുമാണ്. 10-ാമത്തെ വചനത്തിൽ ആ ദർശനം, അതായത് ദൈവാത്മാവ് തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നത്, അങ്ങനെ തന്നെ ആഗ്രഹിക്കില്ലേ? ഈശോയുടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരുന്നതായി അവൻ കാണുന്നു. സ്വരം കേൾക്കുന്നതോ പിതാവിൻ്റെ സ്വരം, നീ എൻ്റെ പ്രിയപുത്രൻ. ഈശോ ദൈവത്തിൻ്റെ പുത്രൻ. അതായത് ജലത്തിലേക്ക് മുങ്ങുന്നത് നസ്രായൻ ഈശോ, എന്നാൽ പൊങ്ങുന്നത് ദൈവപുത്രൻ. ആദ്യത്തേത് ഈ പറയുന്ന വ്യക്തിയുടെ നാമരൂപങ്ങളെ സൂചിപ്പിക്കുന്നത്. നസ്രസിൽ നിന്നുള്ള യേശു നാമരൂപമാണ്. എന്നാൽ ദൈവപുത്രൻ എന്നുള്ളത് ഈ നാമത്തിനും ഈ രൂപത്തിനും അവൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന, അതിന് രണ്ടിനും ആധാരമായിട്ട് നിൽക്കുന്ന അവനിലെ ജീവൻ, അവനിലെ ജീവസത്ത, അതിലേക്ക് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ അംശമാണ് എന്നുള്ള അവബോധം. ഈശോയുടെ ജ്ഞാനസ്നാനം നമ്മുടെ മുമ്പിലേക്ക് വച്ചു നീട്ടുന്നത് ഒരു സാധ്യതയും ഒരു വെല്ലുവിളിയുമാണ്. അതായത് നസ്രായൻ ഈശോ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെ ദൈവപുത്രനാണ് എന്നുള്ള ആത്മബോധത്തിലേക്ക് വളർന്നു. ഈശോ നമ്മുടെ മുമ്പിലും വയ്ക്കുന്നത് ഇത്തരമൊരാഹ്വാനമാണ്. എനിക്കും നിങ്ങൾക്കും വളർന്നു കയറാനുള്ള ഒരു ആത്മബോധം. നാമരൂപങ്ങൾക്കുപരി അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ജീവൻ്റെ അംശത്തെ തിരിച്ചറിഞ്ഞ് ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രിയാണ് എന്നുള്ള ആത്മബോധത്തിലേക്ക് വളരാനുള്ള ഒരാഹ്വാനമാണ് ഈശോയുടെ സ്നാനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരുവന് ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ആത്മബോധത്തിലേക്കും അനുഭവത്തിലേക്കും തിരിച്ചറിവിലേക്കും നടന്നു കയറാം. ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള ആത്മബോധത്തിലേക്ക് തിരിച്ചറിവിലേക്ക് വരാം. അതാണ് ഈശോ എന്ന വ്യക്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ആത്മബോധത്തോടെ യോർദാൻ നദിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്ന ഈശോ പിന്നീട് ചെയ്യുന്നത് എന്താണ്? പിന്നീട് അവൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കുമ്പോഴും ചുറ്റും കാണുന്ന മനുഷ്യരിലുമൊക്കെ ഈശോ എന്താ കണ്ടത്? ഈ ദൈവാംശത്തെ കാണാൻ അവന് പറ്റി. അതുകൊണ്ടാണ് ഉടനെ തന്നെ 1-ാം അധ്യായം 21 മുതൽ 28 വരെ ഈശോ ദുഷ്ടാരൂപി ബാധിച്ച ഒരു മനുഷ്യനെ അതിൽ നിന്നും വിമോചിപ്പിക്കുകയാണ്. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ പത്രോസിൻ്റെ അമ്മ രോഗബാധിതയാകുന്നു, അവളെ സൗഖ്യപ്പെടുത്തുന്നു. അന്ന് വൈകുന്നേരം ആ പട്ടണത്തിലുള്ള സർവ്വരോഗികളെയും പിശാച് ബാധിതരെയും ഈശോ സൗഖ്യപ്പെടുത്തുന്നു, വിമോചിതരാക്കുന്നു. 1-ാം അധ്യായം 40 മുതൽ 45 വരെ ഏറ്റവും വലിയ രോഗം അന്നത്തെ കാലത്തത് കുഷ്ഠരോഗം ബാധിച്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ശ്രദ്ധിക്കേണ്ട വചനം 41 അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു. ഈശോയെ ഇത്തരമൊരു പ്രവർത്തനങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുന്ന അടിസ്ഥാന കാരണത്തെയാണ് സുവിശേഷകൻ വരച്ചു കാട്ടുന്നത്. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു. ഈശോയ്ക്ക് കരുണ തോന്നുകയാണ്, സഹാനുഭൂതി തോന്നുകയാണ്, ആർദ്രത ഉണ്ടാകുകയാണ്. അതായത് ചുറ്റും കാണുന്ന മനുഷ്യരുടെ രോഗം, ദുഃഖം, സഹനം, അതിലേക്ക് ഈശോയ്ക്ക് നൊമ്പരം, അവരുടെ കൂടെ നിന്ന് അവരുടെ നൊമ്പരം ഏറ്റെടുക്കാൻ പറ്റുന്നു. കാരണം എന്താണ്? താൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ അംശമാണ്. ചുറ്റും കാണുന്നവരിലൊക്കെ ആ ദൈവാംശത്തെ കാണാനും അവരുടെ നൊമ്പരങ്ങളോട് ചേർന്ന് നിൽക്കാനും പറ്റുന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഈശോ എന്താണ് ചെയ്യുന്നത്? 2-ാം അധ്യായത്തിൽ തളർവാദക്കാരന് സൗഖ്യവും പാപമോചനവും സഹാനുഭൂതിയാണ്. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഒരുമിച്ച് പന്തിഭോജനം, സമൂഹത്തിൻ്റെ അരികുകളിൽ കഴിയുന്നവരുടെ അവരോട് സഹാനുഭൂതി, അവരോട് അനുകമ്പ. അതിനുശേഷം
ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കം പറയുമ്പോഴും ഈശോ സഹാനുഭൂതിയോടെയാണ്. അതിനുശേഷം തുടർന്ന് വരുന്ന 2 സാപത്ത് ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലും ഈശോ കാണിക്കുന്നത് സഹാനുഭൂതിയാണ്. അതായത് താൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ആത്മബോധത്തിലേക്ക് ഉണരുന്ന ഈശോ പ്രധാനിൽ നിന്നും കയറി വന്ന് കണ്ടുമുട്ടുന്ന മനുഷ്യരിലൊക്കെ ഈ ദൈവാംശത്തെ കാണാനും അവരുടെ നൊമ്പരങ്ങളോട് ചേർന്ന് നിൽക്കാനും അത് പരിഹരിക്കാനും ശ്രമിക്കുന്നു. ദൈവപുത്രൻ ആകുന്നവൻ്റെ പരിണതഫലം സഹാനുഭൂതിയാണ്. എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള എന്നിലെ ജീവന് അത് ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണെന്ന് തിരിച്ചറിയുന്ന അനുഭവത്തിലേക്ക് വരുന്നവൻ അവൻ്റെ ജീവിതത്തിലും പ്രവർത്തനത്തിലും ഉളവാകുന്നത് സഹാനുഭൂതിയാണ്. സഹോദരരുടെ നൊമ്പരങ്ങളോടൊത്തു വേദനിക്കാനും അവരുടെ വേദനയിൽ പങ്കുചേരാനും അവരുടെ വേദന പരിഹരിക്കാനുമുള്ള ശ്രമം. സത്യൻ അന്തിക്കാടിൻ്റെ ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു സിനിമയാണ് ഞാൻ പ്രകാശൻ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയ ഒരു അനുഭവക്കുറിപ്പുണ്ട്. അതായത് ഈ സിനിമയിൽ മെട്രോ ശ്രീധരനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭാഷണവും ഒരു മെട്രോ യാത്രയുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഓർമ്മയാണ്. അതായത് കലാമണ്ഡലത്തിൽ ഒരു യാത്രയയപ്പ് സമ്മേളനമാണ്. അവിടുത്തെ ഓട്ടംതുള്ളലിൻ്റെ അധ്യാപകനായിരുന്നു ഗീതാനന്ദൻ. ദീർഘകാലത്തെ അധ്യയനത്തിന് ശേഷം അദ്ദേഹത്തിന് യാത്രയയപ്പ് കൊടുക്കുക. ആ യാത്രയയപ്പിൽ അദ്ദേഹം പറഞ്ഞ സ്വന്തം ജീവിതത്തിലെ ഒരു സംഭവമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഓട്ടംതുള്ളൽ കലാകാരനായിരുന്നു. പക്ഷേ ഓട്ടംതുള്ളൽ കൊണ്ടോ കല കൊണ്ടോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, കുടുംബം പുലർത്താൻ പറ്റിയില്ല. കുടുംബമാകെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. ഈ പട്ടിണിയുടെ നടുവിൽ അദ്ദേഹം ഒരിക്കലും വീട് വിട്ടു പോവുകയാണ്. അദ്ദേഹം വീട് വിട്ടു പോയി കഴിഞ്ഞപ്പോൾ ഗീതാനന്ദൻ്റെ അമ്മ കടം മേടിച്ചും മറ്റു വീടുകളിൽ ജോലിക്ക് പോയും മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ കാലത്തിന് ശേഷം അച്ഛൻ തിരിച്ചു വരുന്ന ഈ ഓട്ടൻ തുള്ളൽ കലാകാരൻ വീടിൻ്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്നത് തുള്ളൽ പദങ്ങളാണ്. അതായത് സ്വന്തം മകൻ 8 വയസ്സുകാരൻ അറിയാവുന്ന തുള്ളൽ പദങ്ങൾ പാടിക്കൊണ്ട് ഈ ഓട്ടം തുള്ളൽ ആടുകയാണ്. ഇദ്ദേഹത്തിന് സങ്കടവും കോപവും വരികയാണ്. കാരണം ഓട്ടത്തുള്ളൽ കൊണ്ട് ജീവിതം നശിച്ചു പോയ മനുഷ്യനാണ്. മകൻ അതേ വഴിയെ വരുന്നതിൻ്റെ സങ്കടം. അതുകൊണ്ട് തന്നെ ഈ പണി വേണ്ടാന്ന് കർക്കശമായിട്ട് വിലക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗീതാനന്ദൻ്റെ അമ്മ ഇടപെട്ടു. അവൻ്റെ ആഗ്രഹം കലാമണ്ഡലത്തിൽ പോയി പഠിക്കണമെന്നാണ്. അവൻ ആ വഴിക്ക് പോകുന്നെങ്കിൽ അവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ. അപ്പോൾ ഗീതാനന്ദൻ പറഞ്ഞു, കലാമണ്ഡലത്തിൽ പോകണമെങ്കിൽ ഫീസ് കൊടുക്കാൻ കാശ് വേണ്ടേ? അപ്പോഴാണ് ഗീതാനന്ദൻ തന്നെ 8 വയസ്സുകാരൻ ഒരു വഴിയുമായിട്ട് അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുക. അച്ഛനൊരു എഴുത്തെഴുതി തന്നാൽ മതി, ഇത് എൻ്റെ മകനാണ്, ഇവന് കലാമണ്ഡലത്തിൽ പഠിക്കണം, ഫീസ് കൊടുക്കാൻ വകയില്ല, പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. അവൻ്റെ അപേക്ഷ കേട്ടിട്ട് ആ എഴുത്തെഴുതി കൊടുക്കുക. ഇവൻ അപേക്ഷയായിട്ട് പുറത്തേക്കിറങ്ങി ആൾക്കാരുടെ മുമ്പിൽ കത്തുവായി നിൽക്കുക. ചിലർ അവനെ കളിയാക്കി, ചിലർ അവനെ അധിക്ഷേപിച്ചു, ചിലർ ചെറിയ ചെറിയ തുക കൊടുത്തു. അവസാനം അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് കയറുകയാണ്. ചെറുപ്പക്കാരനായ ആ വീട്ടുടമസ്ഥൻ കത്ത് വായിച്ചു നോക്കി. എന്നിട്ട് ഇവനോട് ചോദിച്ചു, എത്ര തുകയാണ് ഫീസിനാകുന്നത്? അവൻ ഫീസിൻ്റെ തുക പറഞ്ഞു. ആ മുഴുവൻ തുകയും എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി പഠിക്കാൻ വേണ്ടി നീ ആരുടെ മുമ്പിലും പോയി യാചിക്കരുത്. പഠിക്കാനായി കാശില്ലാതെ വരുമ്പോൾ നീ ഇങ്ങോട്ട് കയറിപ്പോരുക, കാശ് ഞാൻ തന്നോളാം. ഗീതാനന്ദൻ റിട്ടയർ ചെയ്യുന്ന ആ ഓട്ടൻ തുള്ളൽ കലാകാരൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരനായ വീട്ടുടമസ്ഥൻ അദ്ദേഹം ആയിരുന്നു ഈ ശ്രീധരൻ, കേരളത്തിൻ്റെ മെട്രോ മാൻ. എൻ്റെ നാമത്തിനും രൂപത്തിനും പിറകിൽ, എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള എന്നിലെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ അംശമാണെന്ന് തിരിച്ചറിയുന്നവൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. അത്തരമൊരു തിരിച്ചറിവിലേക്ക് വരുന്നവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റുപാടും കാണുന്നവരൊക്കെ ഈ ദൈവാംശത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നൊമ്പരപ്പെടുന്ന മനുഷ്യരോടൊക്കെ സഹാനുഭൂതി, അവരുടെ നൊമ്പരത്തോട് കൂടെ നൊമ്പരപ്പെടുന്ന അനുഭവം, അതാണ് കാരുണ്യം. അവൻ കരുണ തോന്നി
കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഈശോ, നസ്രത്തിലെ ഈശോ യോർദാൻ നദിയിൽ മുങ്ങുന്നു. പക്ഷേ പൊങ്ങി വരുന്നത് ദൈവപുത്രൻ ആയിട്ടാണ്. വലിയ ഒരു രൂപാന്തരമാണിത്. ഈശോ എന്നോട് ആവശ്യപ്പെടുന്നതും ഇത്തരമൊരു രൂപാന്തരത്തിലേക്ക്, ആത്മബോധത്തിൻ്റെ രൂപാന്തരത്തിലേക്ക് കടന്നു വരാനാണ്. നിൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ ദൈവത്തിൻ്റെ തന്നെ ജീവൻ്റെ അംശമാണെന്ന് തിരിച്ചറിയുക. ആപബോധത്തിലേക്ക് വന്നാൽ ചുറ്റുമുള്ള നൊമ്പരപ്പെടുന്ന മനുഷ്യരുടെ നൊമ്പരങ്ങളോട് ചേർന്ന് നിൽക്കാനും അത് പരിഹരിക്കാനായിട്ട് നിനക്കുള്ളത് പങ്കുവയ്ക്കാനും ഉള്ള അവബോധത്തിലേക്ക് നീ വരും. ദൈവപുത്രനാകുന്ന പ്രക്രിയയിലൂടെ നീ കടന്നു പോകും. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള അനുഭവത്തിലേക്ക് വന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഈശോ ദൈവപുത്രനാണ് എന്നുള്ള വെളിപാട് വരുന്നത് 9-ാം അധ്യായം 7-ാമത്തെ വചനത്തിലാണ്. അവൻ മലമുകളിലേക്ക് കയറി അവിടെ രൂപാന്തരപ്പെടുന്നു. 7-ാം വചനം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്നിട്ടോ ഈ പ്രിയപുത്രനാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഈശോയുടെ മുമ്പിൽ പത്രോസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു അപേക്ഷ, ഇവിടെ കൂടാരം കെട്ടാം, നമുക്കിവിടെ പാർക്കാം. കൂടാരം കെട്ടി ആ നിർദ്ദേശത്തിൻ്റെ മുമ്പിൽ മറുതലിച്ചു നിൽക്കുന്ന ഈശോ 9-ാമത്തെ വചനത്തിൽ വായിക്കുന്നത് മല ഇറങ്ങുകയാണ്. മല മുകളിൽ കൂടാരം കെട്ടി പാർക്കാമെന്ന നിർദ്ദേശം വെക്കുന്ന പത്രോസിനോടുള്ള ഈശോയുടെ മറുപടി മല ഇറങ്ങുകയാണ്, ശിഷ്യന്മാരുടെ കൈയും പിടിച്ച്. മല ഇറങ്ങി വരുമ്പോൾ എന്താ കാണുന്നത്? രോഗം ബാധിച്ച, അപസ്മാരം ബാധിച്ച ഒരു കൊച്ചൻ, പിശാച് ബാധിതൻ, മൂകനും ബധിരനുമായ പിശാച് ബാധിച്ചവൻ. പോരാ അവരുടെ അവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുമുള്ള മനുഷ്യരുടെ രോഗത്തിലേക്കും അവിശ്വാസത്തിലേക്കും സങ്കടത്തിലേക്കും ഈശോ ഇറങ്ങിച്ചെല്ലുകയ സഹാനുഭൂതി ഉള്ളവനാകുന്നു ദൈവത്തിൻ്റെ പുത്രൻ. ഇതിനെല്ലാം ഉപരി മർക്കോസിൻ്റെ സുവിശേഷം തരുന്ന മനോഹരമായൊരു ദൃശ്യമുണ്ട്. അതായത് ഈശോ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള തിരിച്ചറിവ് ഈശോയ്ക്കുണ്ടാകുന്നു. പോരാ, മലമുകളിൽ വെച്ച് ശിഷ്യന്മാരോടും അത് പറയുന്നു. പക്ഷേ ഈ സുവിശേഷത്തിലെ ഒരു മനുഷ്യ കഥാപാത്രവും ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് തിരിച്ചറിയുന്നില്ല. പോരാ, അത് പ്രഖ്യാപിക്കുന്നില്ല. ഒരേ ഒരു മനുഷ്യൻ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അത് 15-ാമത്തെ അധ്യായം 39-ാമത്തെ വചനത്തിലാണ്. ഈശോ കുരിശേൽ മരിക്കുന്നത് ആ സന്ദർഭം. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു ജീവൻ പിടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിൻ്റെ തിരശീല മുകൾ മുതൽ അടിവരെ 2ആയി കീറി. അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഈശോ ദൈവത്തിൻ്റെ മകനാണ് എന്ന് മറ്റൊരു മനുഷ്യൻ തിരിച്ചറിയുന്നതും പ്രഖ്യാപിക്കുന്നതും അവൻ കുരിശിൽ മരിക്കുമ്പോഴാണ്. ഈ മനുഷ്യൻ, ഏത് മനുഷ്യൻ? കുരിശേൽ മരിക്കുന്നവൻ, കുരിശേൽ മറ്റുള്ളവർക്കായിട്ട് മരിക്കുന്നവൻ. അത് നേരത്തെ തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട്. 10:45 പറയുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തൻ്റെ ജീവൻ നൽകാനും അത്രേ. മറ്റുള്ളവർക്കായിട്ട് കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുന്നവനാണ് ഈശോ. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവൻ. 14-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ ഈശോ തൻ്റെ മരണം മുൻകൂട്ടി പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിക്കുന്നത്. 15-ാം അധ്യായം 39-ാമത്തെ വചനം ശതാധിപൻ പറയുന്നു, ഈ മനുഷ്യൻ, ഏത് മനുഷ്യൻ? കുരിശേൽ മരിക്കുന്ന ഈ മനുഷ്യൻ, കുരിശേൽ മറ്റുള്ളവർക്കായിട്ട് മരിക്കുന്ന ഈ മനുഷ്യൻ സത്യമായും ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്കായിട്ട് കൊടുക്കുന്ന ക്രൂശിതനായ ഈശോയാണ് ദൈവത്തിൻ്റെ പുത്രൻ. ഇതാണ് ശതാധിപൻ തരുന്ന ഏറ്റവും വലിയ വെളിപാട്. അങ്ങനെയെങ്കിൽ ഈശോയുടെ ജ്ഞാനസ്നാനം ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് യോർദാൻ നദിയിൽ മുങ്ങുന്ന നസ്രായനായ ഈശോ പൊങ്ങുന്നത് ദൈവത്തിൻ്റെ പുത്രൻ ആയിട്ടാണ്. ഈ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ആത്മബോധത്തിലേക്ക് വരുന്ന ഈശോ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന മനുഷ്യരുടെ നൊമ്പരങ്ങളൊക്കെ അവനുള്ളിൽ പേറുന്നു. അവരുടെ
അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. അവരെ നൊമ്പരവും പേറി അവരുടെ കൂടെ നിൽക്കുന്നു. പോരാ, ആ നൊമ്പരങ്ങൾ പരിഹരിക്കാനായി തനിക്കുള്ളതൊക്കെ അവരുമായിട്ട് പങ്കുവെച്ച് കൊടുക്കുകയാണ്. ആ പങ്കുവെച്ച് കൊടുക്കലിൻ്റെ കൊടുമുടിയായിട്ട് അവസാനം അവൻ കൊടുക്കുന്നത് സ്വന്തം ജീവൻ തന്നെയാണ്. അങ്ങനെ സ്വന്തം ജീവൻ മറ്റു മനുഷ്യർക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ച് കൊടുക്കുന്നവനാണ് ദൈവത്തിൻ്റെ പുത്രൻ. 15-ാമത്തെ അധ്യായം 39-ാമത്തെ വചനം. സത്യമായും ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രൻ ആയിരുന്നു. ഈശോ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വളരാൻ. ആ തിരിച്ചറിവിലേക്ക് വരുന്നവന് വെറുതെ ഇരിക്കാനാവില്ല. കാരണം എന്താ? ചുറ്റുമുള്ള മനുഷ്യരൊക്കെ ഈ ദൈവാംശത്തിൻ്റെ ഭാഗങ്ങളായിട്ട് തിരിച്ചറിയുമ്പോൾ അവരുടെ നൊമ്പരങ്ങളോട് ചേർന്ന് നിൽക്കാനും പരിഹരിക്കാനുമുള്ള വളരെ സ്വാഭാവികമായ പ്രവൃത്തിയിലേക്ക് പോകും. കൊടുക്കുക, പങ്കുവെച്ച് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ജീവിതം തീരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള വലിയ വെളിപ്പെടുത്തലിലേക്ക് വളർന്നു വരും. ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മകളായി ഞാനും നിങ്ങളും രൂപാന്തരപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് നിൻ്റെ ജീവിതത്തിലൂടെ, നിൻ്റെ സ്നാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിലൂടെ എന്നോട് പറയുന്നത് തിരിച്ചറിയാനുള്ള കൃപ തരയണമേ. ഈശോയെ, നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള അനുഭവത്തിലേക്ക് ഉണർന്നു വന്നു. പോരാ, ജീവിതത്തിൽ ഉടനീളം അനുഭവമായി ജീവിച്ചു. അതുകൊണ്ടാണ് നിനക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നൊമ്പരപ്പെടാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനും പറ്റിയത്. ഈശോയെ, നീ എന്നോടും ആവശ്യപ്പെടുന്നത് ഇത്തരം ഒരാത്മബോധത്തിലേക്ക് വളരാനാണ്. ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വളരാൻ. പോരാ, എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്. അവരുടെ നൊമ്പരങ്ങളൊക്കെ ഹൃദയത്തിൽ അനുഭവിക്കാനും അവ പരിഹരിക്കാനായി എനിക്കുള്ളത് പങ്കുവെച്ച് കൊടുക്കാനുമുള്ള കൃപ. അതെൻ്റെ കഴിവും സമയവും എൻ്റെ സമ്പത്തുമാണെങ്കിലും അത് കൊടുക്കാനുള്ള നിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത എനിക്ക് നീ തരണമേ. ഈശോയെ, അതിലൂടെ ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മകളായി എന്നെ നീ വളർത്തണമേ. ആമേൻ.